ആപ്പിൾ എയർപോഡ്സ് പ്രോ ചുമ്മാ ഒരു പട്ടിഷോ ഗൈസ് വാങ്ങിച്ചില്ല, 4 ആൾക്കാരെ കാണിക്കണ്ടേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സിനിമയാണ് ലീവ് ദ വേൾഡ് ബിഹൈൻഡ്, ലോകത്തെ പിന്നിലേക്ക് തള്ളി മുന്നോട്ട് പോകുക. നല്ല ഒരു സിനിമയാണ്, നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ആയിരിക്കുന്നത്. ഒരു അപ്പോക്കലിപ്റ്റിക് വാർ, അതാണ് സിനിമ കുറിച്ച് സംസാരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്, ബേസ്ഡ് അല്ല, ഇൻസ്പയർഡ് ഫ്രം ട്രൂ ഇവൻറ്റ്സ് ആണ്. നമ്മുടെ ഹവാന സിൻഡ്രം, നാസയിൽ വന്ന ആ ഒരു സൈബർ അറ്റാക്ക്, പിന്നെ ദ ലവ് ബഗ് വൈറസ്, ഇതിനൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ദി സിനിമ ഈസ് ഓൾസോ ഇൻസ്പയർഡ് ഫ്രോം എ ബുക്ക്. ആ ബുക്ക് അത്ര വലിയ ബെസ്റ്റ് സെല്ലറൊന്നുമല്ല, ആ ബുക്കിലെ കഥ ഒന്ന് ആവിഷ്കരിച്ചതാണ് ഈ ഒരു സിനിമ. മഹർഷസ അലി, അതാണ് കക്ഷിയുടെ ഡയലോഗ് ഡെലിവറി അടിപൊളിയാണ്. കക്ഷി ഒരു ഡയലോഗ് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്ന് പോകും കേൾക്കാനായിട്ട്. ഒരു പ്രത്യേക കഴിവുണ്ട് കക്ഷിക്ക് ആ ഒരു വർത്തമാനം പറയുന്നത്. നമ്മുടെ മോളിവുഡിലെ തിലകനൊക്കെ പോലെയാണ് കക്ഷി. പിന്നെ ഈതൻ ഹോക്ക്, പിന്നെ ജൂലിയ റോബർട്ട്സ് ആണ് മെയിൻ ക്യാരക്ടർ. മഹർഷസ അലി എന്നൊക്കെ പറയുന്നത് ആളുടെ ക്യാരക്ടർ ഒരു എന്താ പറയുക, ഒരു നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് കക്ഷിയാണ് കുറച്ചൊക്കെ കാര്യങ്ങളെല്ലാം കാര്യഗൗരവത്തോടു കൂടി കണ്ട് പ്രശ്നത്തെ ഇത് എത്ര ഗൗരവമുള്ളതാണൊക്കെ മനസ്സിലാക്കി തരുന്നത് കക്ഷിയുടെ ക്യാരക്ടറാണ്. ഒരു നേരത്തെ പറഞ്ഞപ്പോൾ ഒരു അപ്പോക്കലിപ്റ്റിക്, നമ്മുടെ മുന്നേ നിങ്ങൾ കാണുമായിരിക്കും ദി അമേരിക്കൻ പേർജ്, അല്ലെങ്കിൽ ദ പേർജ് 1, ദ പേർജ് 2, ദ പേർജ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തിന് നേരെ വരുന്ന സൈബർ അറ്റാക്ക് മാത്രമല്ല കാണിക്കുന്നത്. തുടക്കത്തിൽ സൈബർ അറ്റാക്കിനായിരിക്കും അങ്ങനത്തെ ഒരു ബിൽഡപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് ഈ അറ്റാക്കിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഹർഷസ അലി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ, അഭിനയിക്കുന്ന ക്യാരക്ടർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ പീരങ്കിയോ ബോംബോ ആറ്റം ബോംബോ അല്ലെങ്കിൽ തോക്ക് ഉപയോഗിക്കുന്ന ആ വക പരിപാടിയൊന്നുമല്ല. സിമ്പിളായിട്ട് ആ രാജ്യത്തിൻ്റെ ആൾക്കാരെ തമ്മിലിടിപ്പിക്കുക. സിമ്പിളാണ്. ആ ഒരു രാജ്യത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇതെല്ലാം തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ അവരാകെ പാനിക്കാവുമ്പോൾ അവരുടെ എന്താ പറയുക, തൊട്ടപ്പുറത്തിലെ കടകൾ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ ഉള്ളവരുടെ നിന്ന് ഇല്ലാത്തവർക്ക് വേണ്ടി പിടിച്ചു പറിക്കുക. അങ്ങനെ ഒരു ഇൻറ്റേർണൽ വാർ തന്നെ നടക്കും. അങ്ങനെ തന്നെ ആ രാജ്യത്തെ ആൾക്കാരെ തന്നെ അവർ തന്നെ നശിപ്പിച്ച് കൊടുത്തു. പുറമെയുള്ള എന്താ പറയുക, ശത്രുക്കളൊന്നും നോക്കി നിന്നാൽ മതി അത് നശിപ്പിച്ച് പോണത്. ആ ഒരു സീന് ഈ ക്ലൈമാക്സിനോട് ചേർത്തിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇതിൻ്റെ ഹിൻസായിട്ട് ഒരു ഓയിൽ ടാങ്കർ വന്ന് ബീച്ചിൽ വന്ന് അടിയുന്നത്, പിന്നെ ഇലക്ട്രോണിക് കാർസ് അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഇതിൽ കാണിച്ചിരിക്കുന്ന ടെസ്ല വൈറ്റ് കാർസ് എല്ലാതും റോഡിലേക്ക് അങ്ങോട്ട് സെൽഫ് ഓട്ടോണോമസ് ആയി ഓടിച്ച് വന്ന് പരസ്പരം ഇടിച്ച് എന്താ പറയുക, റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട ഭയങ്കര ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ഈവൻ എയറോപ്ലെയിൻസ് വരെ GPS ഓഫായി സ്ഥിതിക്ക് അവർക്ക് നാവിഗേഷൻ കിട്ടുന്നില്ല. അവർ കൊഴിഞ്ഞു പോവുക ആകാശത്ത്, പെട്രോളൊന്നും ഇല്ലാതെ നേരെ ബീച്ചിൽ വന്ന് ഇടിച്ച് ഇറങ്ങുന്ന സീൻസൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ റിയലിറ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ പോസിബിളാണ്, എന്നാൽ പോസിബിൾ അല്ലാതാണ്. കാരണം അത്ര മണ്ടന്മാരൊന്നും അല്ല നമ്മുടെ സർക്കാരിനും മറ്റേ സയൻറ്റിസ്റ്റായിട്ട് ഇരിക്കുന്നവർ. സോ പോസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഇല്ലാതാണ്. ആൻഡ് ഇങ്ങനത്തെ സിനിമകൾ മുൻപ് വന്നു പോയിട്ടുണ്ട്. ബട്ട് ഒരു സ്പെഷ്യാലിറ്റി, ഈ സിനിമയുടെ ദൈർഘ്യം 2.25 മണിക്കൂറുണ്ട്. സാധാരണ ഇങ്ങനത്തെ സബ്ജക്റ്റുള്ള സിനിമകൾ കൂടി പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ, അതിനേക്കാളും കൂടുതൽ വലിപ്പിക്കാറില്ല. ആ ഒരു നെഗറ്റീവ് പോയിൻ്റാണ് കൂടുതൽ പേർ റിവ്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം സിനിമയെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത്. ക്ലൈമാക്സിനോട് ചേരുമ്പോഴാണ് ഓഡിയൻസിന് മനസ്സിലാവുന്നത്, ഓക്കെ ഇതാണ് സംഭവം, ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കാൻ പോകുന്ന കാര്യം കൂടി മഹർഷസ അലി ആ ക്യാരക്ടർ, അഭിനയിക്കുന്ന ആ ക്യാരക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ഒരു സീക്വലിന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നിർത്തുന്നത്. പക്ഷേ സീക്വലിനെ കുറിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ ഒന്നും വേണ്ടിയിട്ടില്ല. ബട്ട് ഐ തിങ്ക് സീക്വൽ വരും. കാരണം ഒരുപാട് സ്കോപ്പുകളുണ്ട്. കാരണം കഥ ഇവർ നിർത്തിയിട്ടില്ല, ഇനിയും വരാൻ പോകുന്നുണ്ട്. കാരണം ആ പെൺകുട്ടി, ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ അഡിക്റ്റ് ആയിരിക്കുന്ന ആ പെൺകുട്ടി ആ ബങ്കർ കണ്ടുപിടിക്കുകയും അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അവസാനത്തെ സീനിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഫ്രോം ദെയർ ഓൺ. സോ
ഹൈലി റെക്കമെൻഡബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെലക്ട് തിയേറ്റേഴ്സിൽ മാത്രമാണ് ഓടുന്നത്, നമ്മുടെ നാട്ടിൽ തിയേറ്റേഴ്സിൽ ഓടുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ മാത്രമേ ഈ സാധനം ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ ഇഫ് യു ആർ ഇൻ കേരള, ആൻഡ് it's worth watching every single penny of it. So that's it guys, I'll come back with another movie review. Until then, stay tuned for more.